എനിക്ക് ഏറ്റവും കൂടുതൽ സമാധാനം കിട്ടുന്ന സ്ഥലത്തേക്കാണ് ഞാനിപ്പോ പോകുന്നത്. ആ ചൂലും പിടിച്ചോണ്ട് നിൽക്കുന്ന ആളാണ് എന്റെ സ്വന്തം മാമി. ഞങ്ങൾ എത്തുന്നതിനെക്കാട്ടും മുമ്പ് ഹാജരായ ആൾക്കാരാണ് ബാക്കിയുള്ളവര്. വന്നത് എന്റെ കണ്ടുപോയത് ആ മാവിലേക്ക്. ഏറ്റവും കൂടുതൽ നൊസ്റ്റ് തരുന്ന മാവാണ് കഴിച്ചത്. ഈ പറമ്പ് ഇതിന്റെ താഴെയാണ് നമ്മുടെ പഴയ വീട്. അമ്മേന്റെ അനിയത്തിമാരാണ് കഴിച്ചത് ഇവർ രണ്ടുപേരും. നിന്റെ ചേച്ചിമാരല്ല, നിന്റെ അനിയത്തിമാരാണോ? അതെ, കഴിഞ്ഞ ജന്മത്തിൽ നിങ്ങൾ ഭയങ്കര സ്നേഹത്തിലാന്ന് കാണിക്കാൻ വേണ്ടി ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി എല്ലാവരോടൊന്നും ഇരിക്കാൻ പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ടായിരുന്നു. അഭിനയിക്കാൻ പറഞ്ഞപ്പോ ജീവിച്ച് കാണിച്ച ആൾക്കാരാണ് ഇവര്. ഹലോ ഗായ്സ്, ഇതാണ് എന്റെ അനിയൻ ദേവൂട്ടൻ. ദേവൂട്ടൻ ഇപ്പൊ 8ാം ക്ലാസ്സിൽ ഇവിടെ മേലെ സ്കൂളിൽ വരാറുള്ള ശ്രീനാരായണ ഹയർ സെക്കൻഡറി സ്കൂൾ പുതാടിയിലെ 8ാം ക്ലാസ്സിലേക്ക് പുതിയ വിദ്യാർത്ഥിയാണ്. അങ്ങനെ ഞങ്ങൾ എല്ലാരും പഠിച്ച സ്കൂളാണ്. ആൻഡ് ഇവൻ ഇപ്പൊ എന്റെ ഇത്ര ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പൊ എന്റെ തലേന്റെ ഒപ്പാവാനായി ഗൈസ്. എന്നെ പോലെ വലിയ സ്പോർട്സുകാരിയാവണമെന്നാണ് എന്റെ അനിയന്മാർക്ക് എല്ലാവർക്കും ആഗ്രഹം. എന്നാ പിന്നെ ഇപ്പോഴേ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്തോ പറഞ്ഞ എല്ലാത്തിനും നിരത്തി പിടിച്ച് അങ്ങ് ജയിപ്പിച്ചു. പുഷപ്പ് മാത്രം പോരോഞ്ഞോളി ഞങ്ങൾക്ക് എല്ലാവർക്കും ഓടി കളിക്കണമെന്നായി അടുത്തത്. എന്നാ പിന്നെ നമുക്ക് എല്ലാവർക്കും കൂടെ സാറ്റ് കളിക്കാന്ന്. കിടന്നു ഇരുന്ന് ഓടി അങ്ങനെ സാറ്റ് കളി കഴിഞ്ഞു. ഓടി കളിച്ചത് മടുത്ത് എന്നാ പിന്നെ ഷെഡിൽ ബാറ്റ് കളിക്കാന്നായി. കളി കഴിയാനായപ്പോഴാണ് അമ്മമ്മയുടെ മൂത്ത പേരക്കുട്ടിയുടെ മാസ് എൻട്രി. അവനും എന്റെ പെണ്ണും കൂടെ വണ്ടിയിൽ ഇങ്ങനെയാ പോകുന്നതെന്ന് പറഞ്ഞ് എന്നാ പിന്നെ ഞങ്ങൾക്കും അങ്ങനെ പോയാതി എന്ന് പറഞ്ഞ് രണ്ടുപേരും കൂടെ അടിയാണ് നിങ്ങൾ ഈ കാണുന്നത്. കുടുംബപരമായി ഞങ്ങൾ എല്ലാവരും കലാകാരന്മാരായതുകൊണ്ട് എന്റർടൈൻമെന്റ് യാതൊരു കുറവുണ്ടായിരുന്നില്ല. എത്ര വിശന്ന് കയറി വന്നാലും വയററിച്ച് ഫുഡ് എന്നിട്ട് മാമി ഞങ്ങളെ തിരിച്ചുവിടാറുള്ളൂ. എവിടെ പരിപാടി അവതരിപ്പിച്ചാലും അക്കൂട്ടത്തിൽ ഒരാളെങ്കിലും കരാണ്ടിരിക്കത്തില്ല. കൂട്ടത്തിലെ ഏറ്റവും ചെറിയ ആൾ തന്നെയായിരുന്നു ഇന്നത്തെ കരച്ചിൽ തുടക്കട്ടത്. പിന്നെ നമ്മളെ കൊണ്ട് പറ്റുന്ന പരിപാടി സമാധാനിപ്പിക്കുകയെന്ന് അതേ നല്ല ഭംഗി ചെയ്തു കൊടുത്തിട്ടുണ്ട്.